ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പം നമ്മളെ ഈ ഗെയിമിൻ്റെ പേരെന്തായിരുന്നു? കാർ മെക്കാനിക് സിമുലേറ്റർ ആണെന്ന് തോന്നുന്നു, ആയിരിക്കും. ആ, എല്ലാവർക്കും ഇപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളെ കാർ മെക്കാനിക് സിമുലേറ്റർ ആണ് ഇന്ന് പാർട്ട് 2. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കാറ് പണിയാൻ കൊടുത്തിട്ട് ബ്രേക്ക് മാറ്റാൻ വന്നിട്ട് നമ്മൾ എഞ്ചിൻ പണിയാക്കി വിട്ടെന്നാണ് പറഞ്ഞത് കമൻറ്റിൽ. അല്ല, ഞാൻ ശരിയാക്കി കൊടുത്തായിരുന്നു. ഇവിടെ ഒരു ABS പമ്പ് മാത്രം മിസ്സായിരുന്നു. പക്ഷെ അതാരോ പറഞ്ഞു ഇലക്ട്രോണിക്സിൻ്റെ അകത്ത് ഉണ്ടെന്ന്. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ഓ, പുറത്ത് ഭയങ്കര ബഹളം കേട്ടാ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പണി ഇന്നത്തെ വണ്ടി ഏതാണോ? ഒരു മിനിറ്റ്, അതൊന്ന് നോക്കട്ടെ. ABS പമ്പ് അതേരിക്കുന്നു. ഓ, ഞാൻ ഇത് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയില്ലായിരുന്നല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്, നമുക്ക് അടുത്ത വണ്ടി എടുക്കാം. അപ്പോൾ ഇന്ന് വന്നു കയറിയൊക്കെ നമുക്ക് പണി തുടങ്ങാം. ഏത് വണ്ടിയാണ് ഉള്ളത്? ഇതെടുക്കാം. ഇതേതോ ലോക്കലല്ല, ഏതോ വലിയ വണ്ടിയാണ്. പക്ഷെ നമുക്കിതെടുക്കാം. ലിസ്റ്റ് പ്രൊവൈഡഡ് ആണോ? ഇതെങ്ങനെ എടുക്കുക? അടുത്ത്. അപ്പം നമ്മളിന്ന് മിനി കൂപ്പറാണ് പണിയാൻ പോകുന്നത് കേട്ടാ. പണിയാൻ പോകുന്നതല്ല, പണിയാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇന്ന് മിനി കൂപ്പർ അങ്ങോട്ട് പണിയാക്കാം. അതിൻ്റെ മുമ്പ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാലേ. ബോഡി പ്രശ്നമുണ്ട്, ഫ്രെയിം ഇൻറ്റീരിയർ പ്രശ്നമുണ്ട്. കളറൊന്നും പ്രശ്നമില്ല. എൻജിൻ സൈഡ് പവർ ഓക്കെ. കാലിപ്പർ 4 മാറ്റണം. ഡിസ്ക് വെന്റിലേറ്റഡും മാറ്റണം. പാർട്സ് ടു ഫിക്സ്. അതായത് സിമ്പിൾ. ഇതിപ്പോൾ ചെയ്തുതരാം. പണി അകത്ത് കയറ്റ്. എവിടെ? പോ, അതോട്ട് പോ. ഓക്കെ, അപ്പം നമ്മൾ മിനി കൂപ്പർ എന്താ പൊന്ത് ഏതായിരുന്നു പൊക്കാള ബട്ടൺ? ഓക്കെ, പണി തുടങ്ങാം. അപ്പോൾ ഡിസ്ക് വെന്റിലേറ്റഡ് ഇതിന്. അത് മൊത്തത്തിൽ പോയിക്കണേട്ടാ. അതും പോയിക്കണല്ല. എടാ, തുരും പിടിച്ചിരിക്കുന്നടാ. ഓക്കെ, അത് മാറ്റി. പാഡ് കുഴപ്പമില്ല. ഇത് പോയിക്കണം. ഇതിനൊന്നും കുഴപ്പമില്ല. 4 ടയർ നമുക്ക് ഉരണം കേട്ടാ. 4 ടയർ ഊരിയേക്കാം. കൊള്ളല്ലേ സൗണ്ട്? നല്ല റിയലിസ്റ്റിക് സൗണ്ട്. ഗൈസ്, നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ചോ? നിങ്ങളാരും ലൈക്ക് അടിക്കുന്നില്ല കേട്ടോ വീഡിയോ ഒന്നും. സങ്കടമൊന്നുമില്ല, എന്നാലും നമുക്ക് ലൈക്ക് അടിച്ചൂടെ? കമൻറ്റും ചെയ്യണം. ഒരു ബാ. ഓക്കെ, അത് മോരി. 4 ടയർ ഊരിട്ട് വണ്ടി പറഞ്ഞിട്ടല്ലേ. ഒരു ടയർ മറിച്ച് വെക്കാം. എന്നാലും ഞാനതല്ല ആലോചിക്കുന്നത്. വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ദിവസം തന്നെ ഫസ്റ്റ് വണ്ടി പൊളിച്ച്. എനിക്ക് 2ാമത്തെ ദിവസം തന്നെ ഇവർക്ക് ഈ വണ്ടി കൊടുന്ന് തരാൻ കഴിച്ച ധൈര്യമേ. അതും മിനി കൂപ്പറൊക്കെ. പക്ഷെ ഞാൻ കണ്ടോ, ഞാൻ പണി നല്ല വൃത്തിയായി തീർക്കും. അത് വരണ്ട, അത് നല്ല പുതിയ സാധനം. ഓ, തുരുമ്പ്. ബ്രേക്ക് കാലിപ്പർ സിലിണ്ടർ. ഓക്കെ, അപ്പം നമുക്ക് വണ്ടിമേ പണിയാനുള്ള എന്തൊക്കെയായിരുന്നു? ഇത് മാറ്റാനുള്ള ഐറ്റംസാ. ഓക്കെ, ഇൻവെന്ററി ഷോപ്പിംഗ് ലിസ്റ്റ്.
അയ്യോ വെയിറ്റ് ചെയ്യേ. കള ആ നമുക്ക് 4 കാലിപ്പറും വാങ്ങിക്കണം. ഓ എക്സ് അമർത്തിയാൽ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം ഷോപ്പിംഗ് ലിസ്റ്റ്. ഓക്കെ ഓക്കെ മനസ്സിലായി എല്ലാം മനസ്സിലായി എനിക്ക്. ടയേഴ്സിൽ എന്തിര് കാർ പാർട്സ് എന്തൊക്കെ വാങ്ങിക്കേണ്ടിരുന്നു? 4 ബ്രേക്ക് പാഡ്. അല്ല എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാ? ഇൻവെന്ററി ആഡഡ് ടു ദ ലിസ്റ്റാ? ഓക്കെ തിരിച്ചിടാം. അയ്യോ ഡിസ്ക് കാലിപ്പർ 2 ആ ഇതന്നെ 2 വാങ്ങി. സാധനത്തി ആ ഓക്കെ പുതിയ സാധനം ഇട്ട് കേട്ടാ. വേണ്ട പുതിയ തന്നെ ഇരിക്കട്ടെ. ഇനി അതിനൊരു പ്രശ്നം വേണ്ട. ഓ അതും ഞാൻ അടുത്ത് വിട്ടിരുന്ന ബ്രേക്ക് കാലിപ്പർ എവിടെ? ആ അതൊരു 4 വേണം കേട്ടാ. ഞാൻ ഒക്കെ അടുത്ത് പറക്കിട്ടുന്നതാണ്. കാശുവെല്ലാം കിട്ടും ഇതിന്. ഇത് നഷ്ടമാണ് കേട്ടാ. ഞാൻ അവരെ സാധനം മാറ്റാൻ പറഞ്ഞിട്ടില്ല. അത് ഊരിയെടുക്കുന്നു. എന്തൊരു കഷ്ടാണിത്. ഒരു സാധനം കഷ്ടപ്പെട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ അടുത്ത സാധനം ഊരി പോകുന്ന. ഫിറ്റാവ് ആ ഏതിലൊക്കെ ടയർ കയറി കയറിക്കോ. ഓക്കെ അത് സെറ്റ്. ഒരു സൈഡ് റെഡി. പുതിയ സാധനം കയറ്റി. ബ്രേക്ക് പാഡ് ഫ്രണ്ടിൽ ബ്രേക്ക് വേണം, അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല എന്നാ. ആ പോട്ടെ. വേറെ വണ്ടിയുടെ ആവണം കേട്ടാ. ഞാൻ മാറ്റിയ വേറെ കമ്പനിയുടെ സാധനം തോന്നണ. പറഞ്ഞ് ഞാനിത് താജ്മഹൽ പണിയുന്നു. ബാക്കിത്തെ ഞാൻ എന്തെങ്കിലും മറച്ചു വിട്ടായിരുന്നാണോ? പുതിയ പാഡ് ബാക്കിൽ വലിയ റൈക്കിലും കുഴപ്പമൊന്നുമില്ല. പഴയ സാധനം വെച്ച് കൊടുക്കാം. ഓക്കെ അത് സെറ്റ്. ടയർ കയറ്. ആ കറക്റ്റാണ് കേട്ടാ. ഫ്രണ്ടിൽ നല്ല പെർസെൻറ്റേജുള്ള ടയർ കയറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിലാണ് ശരിക്കും പെർസെൻറ്റേജുള്ള ടയർ വേണ്ടിയത്. അത് കറക്റ്റായിട്ടിരിക്കുന്നു. കാർ സ്റ്റാറ്റസ് ആ മാറി. ഇതും കൂടി മാറാനുള്ളൂ. സെറ്റ്. പഴയ സാധനം വെച്ച് പറ്റിച്ചേട്ടാ. ഓക്കെ സെറ്റ്. വണ്ടി എടുത്തോ. കംപ്ലീറ്റഡ്. വണ്ടിയുടെ പരിപാടിയൊക്കെ തീർന്നോണ്. കാർ സ്റ്റാറ്റസ് ഫിക്സ്. ബ്രേക്ക്
ഏടാ മോനെ വല്ല ലാഭം ഉണ്ട് എനിക്ക്. ഞാൻ എത്ര തുടങ്ങിയത് വന്നു പെട്ടെ. ഇനി വണ്ടി ഉണ്ടാ? ഓക്കെ, ഈ വണ്ടിയും കൂടി തീർത്തിട്ട് നമുക്ക് വീഡിയോ തീർത്താം കേട്ടാ. ചേഞ്ച് ഓയിൽ അതർ ടാസ്ക്. ഓ, ഓയിൽ ചേഞ്ചിനാണ് വണ്ടി കേട്ടാ. വണ്ടിയുടെ ഏടാ ഫോട്ടോയിൽ ഇങ്ങനെ ആയിരുന്നില്ല വണ്ടി. ഇതെന്താ ഇങ്ങനെ? കാർ സ്റ്റാറ്റസ്, ബ്രേക്ക് പാഡ് 2 ഫ്യൂൽ പമ്പ്, ഓയിൽ ഫിൽട്ടർ. ഏടോ സ്റ്റാൻഡേർഡ് ടയർ. ടയർ മാറ്റടാ. ഓക്കെ, അത് കയറ്റിക്കോ. സിമ്പിൾ. ഇപ്പൊ തീർത്തരാം. നമുക്ക് ഗരജ് അപ്ഗ്രേഡ് ചെയ്യണം തോന്നുന്നു കേട്ടാ. വലുതാക്കാനുണ്ട്. ഫസ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യണ. ഫസ്റ്റ് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാം. അല്ല, എങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്യാ? വണ്ടി താവ്, വണ്ടി താവ്. ആദ്യം മുകളിൽ കുറച്ച് പരിപാടി ഉണ്ട് കാണാൻ. താവ്. അയ്യോ, കുറച്ചുകൂടി താവ്. ഓയില് കുഴപ്പമില്ല. കൂളിങ്, സസ്പെൻഷന്, എഞ്ചിനും കൂലിയല്ല. പുറത്ത് വെച്ചിട്ട് ഓയിൽ ഇറച്ചാലേ വേണ്ട. എക്സോസ്റ്റ്, ബ്രേക്ക് പോസ്റ്റ്. എനിക്ക് ഓയിൽ മാറ്റേണ്ട പഠിപ്പിച്ചു തരുമോ? നെട്ടൂരണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്തുനിന്ന് ഇവിടോ. എന്തായാലും പൊന്തട്ടെ. ട്ടോ അതൊക്കെ തോലെടുക്കുന്നു. അടങ്ങിരി. അവിടെ ഒന്ന് നോക്കട്ടെ. ഇത്തരമുള്ള എടാ ഓയില് കഴിഞ്ഞടാ. സാധനം തീർന്ന്. നോ എക്യൂപ്മെന്റ്. പരിപാടി തീർന്ന്. എവിടാ ടയർ പോരേക്കട്ടെ. ബ്രേക്ക് പാഡ് 4 മാറ്റാനല്ലേ? ബ്രേക്ക് പാഡ് 2 മാറ്റാനുള്ളൂ. നോക്കട്ടെ ഇത് എത്ര ഉണ്ട്. 14%. നോക്കിയിട്ട് വരാൻ മതി ആവശ്യമുണ്ടെങ്കിൽ. കളിയൊക്കെ ഞാൻ പഠിച്ച് ആടാ. അത്രേ ഉള്ളൂ. തുരുമ്പ് പിടിച്ച കാറും കൊണ്ട് വന്നത്. ഇതിന് ബ്രേക്കില്ലേ? അയ്യോ. ഓ, അപ്പൊ ബാക്കിൽ നമുക്കൊന്ന് ബാക്കിലത്തെ ടയർ മാറ്റാണ്ടല്ലേ? ഓക്കെ ഫൈൻ. സെറ്റ്. ഇതന്നെ.
ഇതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മാറ്റാൻ പറഞ്ഞപ്പോൾ സാധനം നമ്മൾ മാറ്റിയാൽ മതി. നമ്മളെന്തിനാ വെറുതെ വെണ്ടത്ത് പണിക്കുന്നു? ഞാൻ ഫസ്റ്റ് അതായിരുന്നു എൻ്റെ പണി. തോകല് സാധനങ്ങൾ വരും ഫസ്റ്റത്തെ. പിന്നെ ഞാൻ പഠിച്ചു. അപ്പം നമ്മൾ ലിസ്റ്റ് നോക്കി വേണം ചെയ്യാൻ. 4 ടയറും മാറ്റാനുണ്ട്. അപ്പം 4 ടയർ പുതിയ എടുക്കണം. ആദ്യം നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റാം. ഓയിലും വേണമല്ലേ. ടയേഴ്സൊക്കെ എവിടെ? 4 സ്റ്റാൻഡേർഡ് ടയർ. സ്റ്റാൻഡേർഡ് ടയർ എവിടെ? ഓക്കെ. ഓ, ഇതിൽ സൈസൊക്കെ കൊടുക്കണ. എൻ്റെ ഇൻവെർട്ടർ ഉള്ളത് റിമ്മല്ലത്. ഓ വെയിറ്റ്, നമ്മളിത് ഇവിടെ വെച്ച് ഊരണം. ഓക്കെ, 3 നമ്മളിങ്ങനെ ഊരെടുക്കണം കേട്ടാ. എത്രയാണ് സൈസ് ഇതിൻ്റെ? 0.1 215 75 6 15. 215 75 15. ഓക്കെ, രണ്ടും ഒന്നാണല്ലോ. ലുക്ക് നോക്കട്ടെ, ലുക്ക് നോക്കിയിട്ട് എടുക്കാം, അതാവും ബെറ്റർ കേട്ടാ. DSTX തന്നെ എടുത്തേക്കാം. തന്നെ തോന്നുന്നു. ഒന്ന് ഇട്ട് നോക്കട്ടെ. DSTX നല്ല കട്ടൽ ടയർ. ഓക്കെ, സെറ്റ് ഇത് തന്നെ. അപ്പം അതന്നെ ഒരു 3 കൂടി വാങ്ങിക്കണം. എൻ്റെ വണ്ടിയുടെ കഴിവുകളൊക്കെ പുറത്ത് വന്നു കേട്ടാ. 215 75 ഒരു 3. സെപ്പറേറ്റ്. എടാ, നീ അപ്പെട്ട സാധനല്ലേ എടാ കളിക്കുന്ന? അല്ല കറക്റ്റ്. അല്ല, ഇട്ട സാധനം തന്നെ എടുത്ത്. കറക്റ്റ് സൈസ് തന്നെയാണ് കേട്ടാ. ഏതല്ലേ കിടക്കുന്നുണ്ട് 75 6 15. ആദ്യമായിട്ട് കളിക്കണമെന്നാലും പറയും. 2 ബ്രേക്ക് പാഡ് വേണ്ടേ? ശരിയാക്കി തരാം. ബ്രേക്ക് പാഡ് 2. ഇതോ ബ്രേക്ക് പാഡ് 2. 9700 ഞാൻ തുടങ്ങിയത്. ഓ, അപ്പം നേരത്തെ ഒരെണ്ണം ഞാൻ പിടിച്ച് ഊരിയിരുന്നു കേട്ടോ, വലിച്ചൂരിയിരുന്നു. അതവിടെ തിരിയട്ടെ, അപ്പത്തിന് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇത് എടുക്കോ?
പുതിയ ടയർ. ആ വെയിറ്റ് വീൽ ബാലൻസ് ചെയ്യാനുണ്ട്. ഓക്കെ സെറ്റ്. സിമ്പിൾ. എന്താ സ്പീഡ്. ഞാൻ നാളെ തന്നെ വർക്ക്ഷോപ്പ് ഇറങ്ങാൻ പോകുന്നേട്ടാ. ബഗിമുൻ വർക്ക്ഷോപ്പ്. ഇത് ഇത്ര എളുപ്പമായിരുന്നാ? ഓക്കെ സിമ്പിൾ കഴിഞ്ഞു. പുതിയ നെറ്റ് നോക്കിയിട്ട് ഇടണേ. അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ റെവന്യൂലേ കിട്ടത്തില്ല. നോക്കട്ടെ വണ്ടിയുടെ സ്റ്റാറ്റസ്. ആ ഒരു ബ്രേക്ക് പാഡും മാറി, ഒരു ടയറും മാറി. അങ്ങനൊന്നുമില്ല, എല്ലാം കയറും. കഴിഞ്ഞ എത്ര രൂപ കിട്ടണോ അത് കണ്ടിട്ട് ഞാൻ വിചാരിക്കും ഇനി ഈ കട നടത്തണോ വേണ്ടയോ എന്ന്. പുതിയട്ടാണ് കേട്ടാ, തുരുമ്പൊക്കെ പോയി. ഇതൊരു വണ്ടി വാഷിംഗ് കൂടി തുടങ്ങണം. അയ്യോ വേണ്ട, ഒരു വാഷിങ്ങിന്റെ ക്ഷീണം മാറിയിട്ടില്ല. ആണ് എൻ്റെ ബ്രേക്ക് പാഡ് കുറേ സ്റ്റോക്ക് ഉണ്ടല്ലേ. ഓക്കെ ഓൾ സെറ്റ്. ഇനി ഫ്യൂൽ പമ്പ് മാറ്റാനുണ്ട്. റൗണ്ട് എയർ ഫിൽട്ടർ 2 കാർബ. എവിടെ ഇരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ? അല്ല ഈ ഓയിൽ അടിക്കുന്ന സാധനം എങ്ങനെ ഓയിൽ ഒഴിക്കുക? ഇന്റീരിയർ ഡീറ്റെയിൽ എന്തുണ്ടാവുക ചെയ്താ? ഡീറ്റെയിൽ ഇന്റീരിയർ വേണ്ട വേണ്ട വേണ്ട. ഇതിലൊന്നും ചെയ്യണ്ട. ഓയിൽ ഫിൽറ്റർ മാറ്റാണ്ട് ഫ്യൂൽ പമ്പ് മാറ്റാണ്ട്. നിങ്ങൾ തിരിച്ചു തിരിച്ചു. ഓക്കെ ഓയിൽ ഫിൽറ്ററും ഫ്യൂൽ പമ്പും വാങ്ങിക്കണം. ഇതിലാണോ ഓയിൽ ഫിൽറ്റർ? വരുന്നില്ലല്ലോ. ആയിട്ട് ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ചു നോക്കട്ടെ. ഫ്യൂൽ പമ്പ് ഓയിൽ ഫിൽറ്റർ V8. ഫ്യൂൽ പമ്പ് മറ്റേ സാധനമാണോ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ? അത് ABS പമ്പ് ആയിരുന്നല്ലേ? ആദ്യം ഫ്യൂൽ പമ്പ് മാത്രം തപ്പട്ടെ. ഫ്യൂൽ പമ്പ് എവിടെ പോയ തപ്പും? ഫ്യൂൽ പമ്പ് എന്തൊരു ഫ്യൂവൽ പമ്പ് നോ ഐറ്റംസാ.
എടാ ഇതെന്താ? ഓ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നേരത്തെ കണ്ട എന്തായിരുന്നു? ആ ഓയിൽ ഫിൽട്ടർ V8. ഇതാ എനിക്ക് മനസ്സിലാകത്ത്. ഓയിൽ ഫിൽട്ടർ V8 നോക്കട്ടെ. V8 ഓക്കെ, അത് കിട്ടി. ഫ്യൂവൽ അയ്യോ പമ്പ്. എടാ ഫ്യൂൽ പമ്പ് ഞാൻ ഇപ്പോൾ ഇവിടെ പോയി തപ്പോ. ഇവിടെ ഇവന്മാർ ഇതൊക്കെ ഇവിടെ നിന്ന് ഒപ്പിച്ചോണ്ട് വരുന്നത്. റൗണ്ട് എയർ ഫിൽട്ടർ, റൗണ്ട് എയർ ഫിൽട്ടർ ഏതായിരുന്നു? ലോ കാർബ്. റൗണ്ട് റൗണ്ട് എയർ ഫിൽട്ടർ. ആ അത് കിട്ടി. ഓ വെയിറ്റ് ചെയ്യും. അവന് മൊത്തം ഒന്ന് അഴിച്ചു മാറ്റട്ടെ. ഓക്കെ, റൗണ്ട് എയർ ഫിൽട്ടർ. ആ ഇതാണ് ഒരു സാധനം. അത് ഞാൻ വാങ്ങിയതല്ലേ ഇപ്പോ? ആ ബേസാണ് അതിൻ്റെ. ഓക്കെ. ഓ ഇതാണ് സെറ്റ്. എൻ്റെ കവറൊക്കെ പഴയ തന്നെ മതി. ഏ ഓയിൽ ഫിൽട്ടർ V8. ആ കിട്ടി. ഓ ഓക്കെ ഓക്കെ ഓക്കെ, പൊന്ത് 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 പൊങ്ങ്, സാധനം കിട്ടി. അതാരെ തുറന്ന്? ആ തുറക്കണ. എടാ കള്ള ഒളിച്ചിരിക്കുന്നടാ നീ. ഓക്കെ അതും സെറ്റ്. ഇനി എന്താ? ഇനി ഫ്യൂൽ പമ്പ്. അതിനി എവിടെ ഇരിക്കുന്നു? ഫ്യൂൽ അവിടെ ഫ്യൂൽ ഇവിടെ അല്ലേ? ഫ്യൂൽ ടാങ്ക് അവിടെ എവിടെ ആയിരിക്കുമല്ലേ? എനിക്കെല്ലാം ശരിക്കും അറിയാൻ കേട്ടാ, ഞാൻ വീഡിയോക്ക് വേണ്ടി ഇങ്ങനെ അഭിനയിക്കുന്നതാണ്. ഈ വണ്ടിക്ക് ഇത് ഇവിടെ കൊണ്ടുവച്ചിക്കണേ. എവിടെയാടാ ഇത്? കഴിഞ്ഞ പ്രാവശ്യം ഇതായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഫ്യൂൽ പമ്പാണല്ലോ. അവിടെ എവിടെയെങ്കിലും ഒരു ട്യൂട്ടർ, ഈ കമ്പ്യൂട്ടർ പമ്പ് ഇലക്ട്രോണിക്സിലാവും ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. അല്ല, സ്പെല്ലിങ് മാറിപ്പോകുന്നു. ഇവിടെയല്ല, റിംസല്ല. ഫ്യൂവൽ ഫ്ലൈ വീലാ? ഫ്യൂൽ ടാങ്ക് കിട്ടി. ഫ്യൂൽ പമ്പ് എവിടാ?
ഫ്യൂൽ പമ്പ് എനിക്ക് കൊണ്ട് ഇവിടെ നിന്ന് ഏസ് ചെയ്യാൻ പറ്റത്തില്ല, മോളിൽ നിന്നേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് കയറി നിൽക്കാനും പറ്റില്ലല്ലോ. ഗിയർ ബോക്സ് ഫ്യൂൽ ഫിൽട്ടർ കിട്ടി. പവർ സ്റ്റിയറിംഗ് പമ്പ്, ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളിയല്ല വേറെ പുള്ളിയാ. യൂട്യൂബ് വേണ്ടി വരും ഇങ്ങനെ പോയാൽ. എനിക്കറിയാം നിങ്ങളിപ്പോൾ തന്നെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവുന്ന. അറിഞ്ഞാന്ന് എങ്ങനെ അറിയാം? ആ നിറഞ്ഞു ഒഴിക്കട്ടെ. ഈയോടോ മാക്സിമം ഓക്കെ സെറ്റ്. അതെ, നമ്മളെ വണ്ടറ കൊടുന്ന പണി കഴിഞ്ഞ്. ശരി, ഈ ഫ്യൂൽ പമ്പ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ്. ചേഞ്ച് പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്. എടാ ഇതാ ചേഞ്ച് ബ്രേക്ക് ഫ്ലൂയിഡ്, ഡ്രെയിൻ ഓൾഡ് റീഫിൽ വിത്ത് ന്യൂ ബ്രേക്ക് ഫ്ലൂയിഡ്. Oh, did not train before. Yoda. ഓ ഇവിടെ ഇരുന്ന് ഞാനത് ഓരാണ്ട തുറന്നേക്കേ. ഇത് സാധനം തീർന്നു. ഫുള്ളാക്കി. നിറഞ്ഞു ഒരെണ്ണം കൂടി കംപ്ലീറ്റ് ആയപ്പോൾ. പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്, റീഫിൽ വിൻഷീൽഡ് വാട്ടർ ഫ്ലൂയിഡ്. എന്തൊരു ഉജാലേ. ഞാൻ 20 മിനിറ്റ് തീർക്കാൻ അയച്ചതായി. ഫ്യൂൽ പമ്പ് കാരണമാണ് കുറേ ടൈം പോയി കിട്ടിയത്. ഓക്കെ സെറ്റ്. നിറച്ചിട്ടുണ്ട്. സാധനം ഇല്ലെന്ന് അത്ര ഒരുത്തിനും പറയരുത്. പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്, വഴി. ഓക്കെ സെറ്റ്. ഒയ്യോ, അത് ട്രെയിൻ ചെയ്ത് കളയണ്ടായിരുന്നു. അടുത്ത പണി കിട്ടി. ശേ, എടാ ആ ഓയിലും പോയി. തീരത്തില്ല അവിടെ തന്നെ. ഓക്കെ
അത് തീർന്നു. എല്ലാ ടാസ്കും കഴിഞ്ഞ് ഫുൾ പണി എടുത്ത് വണ്ടിയുടെ ഫുൾ പണി. അല്ല, ഫുൾ പണി എടുത്തില്ല. ഈ ഫ്യൂൽ പമ്പ് മാത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിപ്പോൾ ഞാൻ എവിടുന്ന് മാറ്റുമെന്ന് ഞാൻ നോക്കണത്. ഫ്യൂൽ പമ്പ് ഫിക്സ് ചെയ്യാൻ എനിക്ക് ഫിക്സ്. ബാക്കിലാന്ന് തോന്നുന്നു കേട്ടാ. വെയിറ്റ്, ഞാൻ ആ സാധനം ഇപ്പോൾ ഒരു സാധനം ഇവിടെ നോക്കിയായിരുന്നല്ല. തിരിച്ചു കയറ. ഓക്കെ വെയിറ്റ്, ഫ്യൂൽ പമ്പ് ഫൈനലി കിടച്ചാച്ച്. എസ് എൻ്റെ ഇൻവെർട്ടറിക്കകത്ത് സാധനം വന്നാ. വെയിറ്റ്, വന്ന ഇവിടെ ഓപ്പൺ ഷോപ്പിംഗ് ലിഫ്റ്റ്. FUEL അങ്ങനെയാണല്ലേ. പമ്പ് നടിച്ചോട്ടെ. ആ പമ്പ് നടിക്കുമ്പോ ഒന്നും വരുന്നില്ല. ആ ഇതെങ്ങനെ വന്ന്? എടാ, ഓ ഇവിടുന്ന് ഇങ്ങനെ അടിച്ചാ വരും കേട്ടാ. ഇതാ എളുപ്പം. ഇനിയിപ്പോ ഒന്നും നോക്കല്ല. സാധനം, അടുത്ത സാധനം മനസ്സിലായി നമുക്ക്. മോനെ വാ, സാധനം കയറ്. അയ്യോ, അത് ഒരിടത്ത്. ഇനിയിപ്പോ എങ്ങനെ അങ്ങോട്ട് പോവാ? ആ അല്ല പിന്നെ പുതിയ സാധനം നോക്കി ഫിറ്റ് ചെയ്. ഓക്കെ ഡൺ. അസംബിളായില്ലേ? അതെങ്കിൽ അത് മതി, അത് മതി. സെറ്റ്. കാറിന്റെ സകല പണി എന്ത് തീർന്നു കേട്ടാ. അടയുന്നില്ലേ? ഈടാ മോനെ, അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു പടി മര്യാദക്ക് തീർത്ത്. 8800, അതായത് ഒരു $900 എനിക്ക് വണ്ടിക്ക് വേണ്ടി ചിലവായത് കേട്ടാ, ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരിപാടിയൊക്കെ തീർന്നു. ബില്ല് എങ്ങനെ കൊടുക്കുക? ഓ ടോട്ടൽ പേ ഔട്ട് 2000. ജോബ് ബോണസ് കിട്ടി, ടാസ്ക് ബോണസ് കിട്ടി. റിച്ച്. അവിടെ ഇന്ന് ഞാൻ $1000 ഉണ്ടാക്കി ഒറ്റ ദിവസത്തിൻ്റെ. ഈ മിനി കൂപ്പർ വീണ്ടും വന്ന. ഈ മിനി കൂപ്പർ നേരത്തെ ഞാൻ ശരിയാക്കി കൊടുത്തതല്ലേ. ആ കുഴപ്പമില്ല, അതിനെന്തോ വീണ്ടും പണി വന്നു തോന്നുന്നു കേട്ടാ. ഞാൻ ശരിയാക്കി വണ്ടിക്ക് വീണ്ടും പണി വന്നു. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. ഇതെന്താ? ഓ പിറ്റു കാർഡ്. 2 5 സെറ്റ് നോക്കട്ടെ. പഴയ സാധനം നമ്മളെ കൈ വെച്ചിരിക്കരുത്. ഇതൊക്കെ എന്തായാലും കുഴപ്പമില്ല. ഓ അതിന് വില കുറവാ. ബ്രേക്ക് പാഡിന് ശരിക്കും 8 രൂപ. എന്നാലും ഈ ഇതിടാത്തോണ്ടാണ് ഉണ്ടായത് കേട്ടാ. 2 കുത്തിട്ടില്ല എന്നിട്ട്. ബ്രേക്ക് പാഡ് ബ്രേക്ക് 40. ഓക്കെ അതപ്പോൾ വേറെ അതിന് വണ്ടി കിട്ടുകൊടുക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ, ടാറ്റാ.